ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഔട്ടർ ബാങ്ക്സ് എന്ന വെബ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അവർ വെള്ളത്തിലിട്ട ക്യാമറയുടെ സഹായത്തോടെ റോയൽ മെർച്ചൻ്റ് എന്ന ഷിപ്പെല്ലാം കണ്ടെത്തിയ സന്തോഷത്തിൽ ആ ക്യാമറ വെച്ച് ഷിപ്പിലെ നിധിയെല്ലാം അന്വേഷിക്കുന്ന ജോൺ ബിനെയും സുഹൃത്തുക്കളെയുമാണ് കാണിക്കുന്നത്. ക്യാമറയെല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഹോപ്പ് എത്രയൊക്കെ തെരഞ്ഞിട്ടും ആ നിധിയുടെ പെട്ടി മാത്രം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറഞ്ഞതും ജോൺ ബി നിരാശയോടെ നമുക്ക് മുന്നേ ഇവിടെ നിന്നും ഇതാരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഒരു വിഷമത്തിൽ ജോൺ ബി തിരിച്ച് വീട്ടിലേക്ക് വന്നതും അവിടെ ഒരു പോലീസ് ഓഫീസറുമായി ചൈൽഡ് ഹെൽപ്പിലെ ഓഫീസർ ഇരിക്കുന്നത് കണ്ടേ അവൻ ചെറുതായി ഒന്ന് ഞെട്ടുന്നു. ഓഫീസർ അവൻ്റെ കെയർ ടേക്കറായിട്ടുള്ള അങ്കിൾ കഴിഞ്ഞ 3 മാസമായി ഈ ലൊക്കാലിറ്റിയിൽ വന്നിട്ടില്ലെന്നും അതുകൊണ്ട് നിയമപ്രകാരം അവർക്ക് അവനെ ചൈൽഡ് ഹെൽപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫനേജിലേക്ക് മാറ്റണമെന്ന് പറയുന്നു. ഓഫനേജിലേക്ക് പോയാൽ ജോൺ ബിക്ക് തൻ്റെ സുഹൃത്തുക്കളെല്ലാം നഷ്ടപ്പെടും എന്നറിയാവുന്നതുകൊണ്ട് അവൻ ആ മാഡത്തിൻ്റെ അടുത്ത് തൻ്റെ അച്ഛനെ താൻ ഇവിടെ താമസിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്നും അതുകൊണ്ട് തൻ്റെ പേര് ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി തരാനായി അപേക്ഷിച്ചു നോക്കുന്നു. ഇതെല്ലാം കേട്ടതും ഓഫീസർ, നിന്റെ വിഷമമെല്ലാം എനിക്ക് മനസ്സിലാവുമെന്നും എന്നാലും റൂൾ ഫോളോ ചെയ്യാതെ നമുക്ക് വേറെ നിവർത്തിയില്ലെന്ന് പറഞ്ഞ് ജോൺ ബിനെ അവരുടെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ പോകുന്ന വഴിയിൽ ജോൺ ബിയുടെ കയ്യിൽ നിന്നും അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വണ്ടിയുടെ പുറത്തേക്ക് വീണതും അവൻ അതെടുക്കാനെന്ന പേരിൽ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവരുടെ കണ്ണുവെട്ടിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി നോക്കുന്നു. ഓടുന്ന വഴിയിൽ ഒരു പയ്യന്റെ കയ്യിൽ നിന്നും സൈക്കിൾ കിട്ടിയതും അവൻ അതുമെടുത്ത് വേഗത്തിൽ ചവിട്ടിക്കൊണ്ടു പോകുന്ന സമയം പെട്ടെന്ന് ഒരിടവഴിയുടെ കുറുകെ ഉണ്ടായിരുന്ന ചെങ്ങലയിൽ തട്ടി അവൻ നേരെ റോഡിലേക്ക് തെറിച്ച് വീഴുന്നു. കൃത്യസമയം അവിടെ ഉണ്ടായിരുന്ന സാറ ജോൺ ബി റോഡിൽ വീണ് കിടക്കുന്നത് കണ്ട് നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ വീഴ്ചയിൽ അവന്റെ വയറ്റത്ത് നിന്നും ബ്ലഡ് എല്ലാം വരുന്നത് കണ്ട് അവൾ അവനെ തന്റെ കാറിൽ കയറ്റി നേരെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സാറ തൻ്റെ അച്ഛൻ്റെ ഒന്നും കണ്ണിൽ പെടാതെ വീടിൻ്റെ മുകളിലെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവൻ്റെ വയറ്റത്ത് പറ്റിയ മുറിവിന് ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേർക്കും ഇടയിലുള്ള സംസാരത്തിനിടയിൽ ജോൺ ബി ചുമലിലുള്ള ഒരു ഫോട്ടോ നോട്ടീസ് ചെയ്തതും അവൻ ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണെന്ന് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. ഫോട്ടോ നോക്കിയ സാറ ഇത് ഡെൻമാർക്ക് ടാനി എന്ന ആളാണെന്നും കൂടാതെ പേര് കേട്ട സെയിലറായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ ബ്രിട്ടീഷ് സ്വർണം കൊടുത്ത് ഈ നാടെല്ലാം മേടിച്ച സ്റ്റോറി ജോൺ ബിയുടെ അടുത്ത് പറയുന്നു. ജോൺ ബിക്ക് ഈ പേര് താൻ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായതും അവൻ വേഗം തന്നെ റോയൽ മെർച്ചൻ്റിലുണ്ടായിരുന്ന സെയിലേഴ്സിൻ്റെ എല്ലാം ലിസ്റ്റ് എടുത്ത് നോക്കുന്നു. ലിസ്റ്റിലെ പേരുകളെല്ലാം പരിശോധിച്ച് നോക്കുന്നതിനിടയിൽ ഡെൻമാർക്ക് ടാനി എന്ന പേര് കണ്ടതും ജോൺ ബിക്ക് ആ സ്വർണം അവസാനമായി ഡെൻമാർക്ക് ടാനിയുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അവൻ ഈ ഫോട്ടോ എങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്ന് സാറയുടെ അടുത്ത് ചോദിച്ചതും അവർക്ക് ഈ വീട് വാങ്ങിയ സമയം ഈ ഫോട്ടോയും കൂടാതെ ഡെൻമാർക്ക് ടാനിയുടെ കുറേയധികം ഫയലുകളെല്ലാം ഈ വീട്ടിൽ നിന്നും കിട്ടിയതായി പറയുന്നു. ഇതെല്ലാം കേട്ടതും ജോൺ ബിയുടെ മനസ്സിൽ ആ ഫയലിനകത്ത് എന്തായാലും നിധിയിലേക്കുള്ള വഴിയുണ്ടാവും എന്ന് തോന്നിയതും അവൻ സാറയുടെ അടുത്ത് തനിക്ക് ആ ഫയലുകളെല്ലാം ഒന്ന് കാണിച്ചു തരാനായി പറയുന്നു. എന്നാൽ സാറ ആ ഫയലുകളെല്ലാം ഇവിടെ ഇരുന്നാൽ സ്ഥലം പോകുമെന്ന് പറഞ്ഞ് തൻ്റെ ഫാമിലി അതെല്ലാം ചാപ്പൽ ഹെല്ലിലെ ഒരു ട്രസ്റ്റിന് ഡൊണേറ്റ് ചെയ്തെന്ന് പറയുന്നു. ജോൺ ബിക്ക് പാസില്ലാതെ ആ ട്രസ്റ്റിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവൻ സാറയുടെ അടുത്ത് തനിക്ക് അവരുടെ കൈവശമുള്ള ട്രസ്റ്റി പാസ് എല്ലാം തരാനായി പറയുന്നു. എന്നാൽ സാറ പാസ് തനിക്ക് വെറുതെ തരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് തന്നെയും ജോൺ ബിയുടെ കൂടെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞ് അവൻ്റെ അടുത്ത് നിർബന്ധം പിടിക്കുന്നു. അവിടെ കട്ടിയത് തന്നെ ബോട്ട് മുങ്ങിയ കാര്യമെല്ലാം റാഫിൻ്റെയും മറ്റു സുഹൃത്തിൻ്റെയും അടുത്ത് പറയുന്ന ടോപ്പറിനെയാണ് കാണിക്കുന്നത്. റാഫ് ഇത് കേട്ട ഉടൻ തന്നെ ഇത് ഹോപ്പിൻ്റെ പണിയാവുമെന്ന് ടോപ്പറിൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറയുന്നു. ടോപ്പർ തനിക്കും അതിൽ സംശയമെല്ലാം ഉണ്ടെന്നും എന്നാലും നമ്മുടെ കയ്യിൽ പ്രോപ്പർ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് റാഫിൻ്റെ അടുത്ത് അവസരം കിട്ടുന്നതുവരെ നമുക്കൊന്ന് ക്ഷമിച്ചിരിക്കാമെന്ന് പറയുന്നു. അവിടെ കടിച്ചത് പോലീസ് ഓഫീസറായിട്ടുള്ള വിക്ടറിനെയാണ് കാണിക്കുന്നത്. വിക്ടർ താൻ ആ മരിച്ചുപോയ 2 പേരുടെയും ബാഗുകളെല്ലാം പരിശോധിച്ച് നോക്കിയെന്നും അതിനകത്ത് റോയൽ മെർച്ചൻ്റ് എന്ന ഷിപ്പിനെ പറ്റിയുള്ള കാര്യങ്ങളല്ലാതെ അവരുടെ അഡ്രസ് ഒന്നും കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെയില്ലെന്ന് ലേഡി ഓഫീസറിൻ്റെ അടുത്ത് പറയുന്നു. ഇതേ ടൈമിൽ അവരുടെ ഓട്ടോപ്സി റിപ്പോർട്ടെല്ലാം നോക്കിയിരുന്ന ലേഡി ഓഫീസർക്ക് അവരുടെ മരണത്തിൽ എന്തോ പന്തികേടെല്ലാം തോന്നിയതും അവർ നേരെ ആ ബോഡിയെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ മീറ്റ് ചെയ്യാനായി പോകുന്നു. അവിടെ കടിച്ചത് ബോട്ടിൽ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഓഫീസറിൻ്റെ എല്ലാം കണ്ണുവെട്ടിച്ച് ബോട്ടിനകത്തേക്ക് കയറുന്ന ജോൺ ബിനെയും സാറേനെയുമാണ് കാണിക്കുന്നത്. അവർ ചെക്കിങ്ങിന് വരുന്ന ഓഫീസർമാരൊന്നും അവരെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഷിപ്പിൻ്റെ ഏറ്റവും താഴെയുള്ള ഒരു മുറിയിൽ ചെന്നൊളിച്ചിരിക്കുന്നു. തൻ്റെ ലൈഫിൽ
ആദ്യമായി ഇതുപോലെയെല്ലാം ചെയ്യുന്നതോർത്ത് സാറയ്ക്ക് ഇതിൽ വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. ഇതേ സമയം സ്കൂളിലെ ഒരു ക്യാമ്പെല്ലാം അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്ന കിയാരനെയും ഹോപ്പിനെയും ജേജനെയുമാണ് കാണിക്കുന്നത്. ഈ ഒരു ടൈമിൽ കിയാര ഒരു സ്ഥലത്തുകൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് കണ്ട് റാഫ് അവളുടെ അടുത്ത് നീ നിന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് ചെന്ന് നിനക്കൊന്നും അധികകാലം ഒളിച്ചു നടക്കാൻ വേണ്ടി സാധിക്കില്ലെന്ന് ജേജനോടും ഹോപ്പിനോടും പറയാനായി പറയുന്നു. കിയാരയ്ക്ക് സംഭവം ഒന്നും അറിയാതെ അവൾ ഈ കാര്യം നേരെ അവന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞതും ഹോപ്പ് പേടിച്ച് റാഫും ടോപ്പറും തൻ്റെ അടുത്തുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിയതും ഈ സമയമെല്ലാം അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന റാഫിനും ടോപ്പറിനും ഇവന്മാർ തന്നെയാണ് ഇതെല്ലാം ഒപ്പിച്ചതെന്ന് മനസ്സിലാവുന്നു. അന്ന് രാത്രി സ്കൂളിലെ ബിഗ് സ്ക്രീനിൽ ഒരു മൂവിയെല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ജേജയും ഹോപ്പും സ്ക്രീനിന്റെ പുറകിൽ ചെന്ന് മൂത്രമൊഴിക്കാനായി പോയതും ഈ കാര്യം നോട്ടീസ് ചെയ്ത റാഫും ടോപ്പറും അവന്മാരെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ രണ്ടുപേർക്കുമിടയിലുള്ള ബാക്കേറ്റത്തിനൊടുവിൽ അവിടെ വെച്ച് അവർക്കിടയിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. കുറെ നേരമായിട്ടും ജേജനെയും ഹോപ്പിനെയും കാണാത്തത് കണ്ട് കിയാര നേരെ സ്ക്രീനിന്റെ പുറകിലേക്ക് പോയതും അവിടെ ടോപ്പറും അവന്റെ ഫ്രണ്ട്സുമെല്ലാം ജേജനെയും ഹോപ്പിനെയും ക്രൂരമായി മർദ്ദിക്കുന്നതെല്ലാം കാണുന്നു. അവൻ ടോപ്പറിന്റെ അടുത്ത് ഇത് നിർത്താൻ വേണ്ടിയെല്ലാം പറയുന്നുണ്ടെങ്കിലും അവന്മാർ ഇതൊന്നും കേൾക്കാതെ ജേജനെയും ഹോപ്പിനെയും വീണ്ടും വീണ്ടും ക്രൂരമായിട്ടെല്ലാം ഉപദ്രവിക്കുന്നു. കിയാര എത്രയൊക്കെ പറഞ്ഞിട്ടും അവരാരും തന്നെ കേൾക്കാത്തത് കണ്ട് അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ വെച്ച് അവിടെ മൂവി പ്ലേ ചെയ്തിരുന്ന സ്ക്രീനിന്റെ തീയെല്ലാം വെക്കുന്നു. തീയാളി കത്തിയതോടെ ആൾക്കാരെല്ലാം ഇത് നോട്ടീസ് ചെയ്യാനായി തുടങ്ങിയതും ടോപ്പറും ഫ്രണ്ട്സും വേഗം തന്നെ അവന്മാരെ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. അവിടെ കട്ട് ചെയ്ത് ജോൺ ബിനെയും സാറേനെയുമാണ് കാണിക്കുന്നത്. സാറയ്ക്ക് ട്രസ്റ്റിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഒരു പ്രീമിയം ലുക്കെല്ലാം വേണമെന്നറിയാവുന്നതുകൊണ്ട് അവൾ വേഗം തന്നെ ജോൺ ബിനെയും കൂടി അവിടെ ഉണ്ടായിരുന്ന പ്രീമിയം സ്യൂട്ടെല്ലാം വിൽക്കുന്ന കടയിലേക്ക് പോകുന്നു. അവർ കടയിലുള്ള പല പല ഡ്രസ്സുകളും മാറി മാറി പരീക്ഷിച്ചു നോക്കിയ ശേഷം അവസാനം അവർ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സെല്ലാം മേടിച്ച് അവിടെ നിന്ന് നേരെ പീറ്റർ ഡെൻമാർക്കിന്റെ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്ന ട്രസ്റ്റിലേക്ക് പോകുന്നു. സാറ ജോൺ ബിനെയും കൂട്ടി അവിടുത്തെ ലൈബ്രറിയിലേക്ക് പോയ ശേഷം അവൻ അന്വേഷിച്ച് നടന്നിരുന്ന ടാനിയുടെ സാധനങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. ജോൺ ബി കുറെ നേരം ആ സാധനങ്ങളെല്ലാം തിരിച്ചും മറിച്ച് നോക്കിയതും അവന് അയാൾ മരിച്ച ദിവസം അയാളുടെ മകൻ എഴുതിയ ഒരു കത്തെല്ലാം കിട്ടുന്നു. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജോൺ ബിക്കും സാറയ്ക്കും ആ ലാംഗ്വേജ് വായിക്കാൻ സാധിക്കാതെ വന്നതോടെ ജോൺ ബി തന്റെ ഫോണിൽ അതിന്റെ ഫോട്ടോ എല്ലാം എടുത്ത് സാറയും കൂട്ടി അവിടെ നിന്നും പോരുന്നു. ഇതേ സമയം ബ്ലാക്ക് ടീമിലെ ആൾക്കാരുടെ ബോഡിയെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ മീറ്റ് ചെയ്ത ലേഡി ഓഫീസറിനെയാണ് കാണിക്കുന്നത്. ഡോക്ടർ ഇവർ വെള്ളത്തിൽ വീണ് മരിച്ചതല്ലെന്നും ഇവരെ ആരോ കൊന്ന ശേഷം വെള്ളത്തിൽ കൊണ്ടുപോയിട്ടതാണെന്ന് പറഞ്ഞ് ഓഫീസർക്ക് ശരീരത്തിൽ കുളത്ത് വെച്ച് വലിച്ചിട്ടുള്ള പാടുകളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് ഹോപ്പ് ടോപ്പറിന്റെ ബോട്ടെല്ലാം നശിപ്പിച്ച് പുറത്തേക്ക് പോകുന്ന വീഡിയോ എല്ലാം ടോപ്പറിന്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന വിക്ടറിനെയാണ് കാണിക്കുന്നത്. വിക്ടർ, നിങ്ങൾ കേസായി മുന്നോട്ട് പോവുകയാണെങ്കിൽ 16 വയസ്സ് മാത്രം പ്രായമായതുകൊണ്ട് ഹോപ്പിനെ ജുവനൽ ഹോമിലെല്ലാം അടക്കേണ്ടി വരുമെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും ടോപ്പറിന്റെ അമ്മ അതൊന്നും പ്രശ്നമല്ലെന്നും പോക്സ് ഇങ്ങനെ 1-2 കേസ് വന്നാലേ പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ബോട്ട് നശിപ്പിച്ചതിന്റെ പേരിൽ ഹോപ്പിന്റെ മേലെ FIR എഴുതാനായി പറയുന്നു. FIRനെ പറ്റി പറയുന്നതെല്ലാം കേട്ടതും ആ സമയത്തുള്ള ടോപ്പറിന്റെ മുഖഭാവത്തിൽ നിന്നും ടോപ്പറിന് ഹോപ്പിനെ ജയിലിലിടാനൊന്നും താല്പര്യമില്ല എന്ന് മനസ്സിലാക്കാം. എന്നാലും അവന്റെ അമ്മയുടെ വാക്കിനെ ധിക്കരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവൻ തൽക്കാലം ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് മാത്രം കേട്ടിരിക്കുന്നു. അവിടെ കഴിച്ചത് കപ്പലിൽ തിരിച്ച് ഔട്ടർ ബാങ്ക്സിലേക്ക് വന്നിരിക്കുന്ന ജോൺ ബിനെയും സാറേനെയുമാണ് കാണിക്കുന്നത്. സാറ ജോൺ ബിക്ക് ഒരു ഷെയ്ക്കനെല്ലാം കൊടുത്ത് അവിടെ നിന്നും പോകാനായി നോക്കിയതും അവൻ അവളുടെ അടുത്ത് തൻ്റെ ലൈഫിലെ ഏറ്റവും മികച്ച ദിവസമായിരുന്നു തലേന്ന് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞ് സാറയോട് ഇതുപോലത്തെ മെമ്മറീസ് എല്ലാം തന്നതിന് നന്ദിയെല്ലാം പറയുന്നു. ഇത് കേട്ടതും സാറ അതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും നോക്കാതെ ഓടി വന്ന് ജോൺ ബിക്ക് ഒരു കിസ് എല്ലാം കൊടുക്കുന്നു. അവിടെ കട്ട് ചെയ്ത് തൻ്റെ അച്ഛൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന ഹോപ്പിനെയാണ് കാണിക്കുന്നത്. ഈ സമയം വിക്ടർ കയ്യിൽ ഒരു അറസ്റ്റ് വാറന്റുമായി നേരെ കടയിലേക്ക് കയറി വന്ന ശേഷം ഹോപ്പിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകാനായി നോക്കുന്നു. ഹോപ്പിന് തനിക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന സ്കോളർഷിപ്പ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വളരെയധികം ദുഃഖത്തിൽ ഓഫീസറുടെ കൂടെ കടയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയം ജെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പോലീസ് ഓഫീസറിന്റെ അടുത്ത് ചെന്ന് ഇത് ചെയ്തത് താനാണെന്നും ഇതിൽ ഹോപ്പ് വെറും കാഴ്ചക്കാരൻ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് ഓഫീസറിന്റെ അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പൊക്കോളാനായി പറയുന്നു. സംഭവങ്ങളെല്ലാം കുഴഞ്ഞു പറഞ്ഞതും വിക്ടറിന് വേറെ നിവർത്തിയൊന്നുമില്ലാതെ ഹോപ്പിന് പകരം ജെനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ടി വരുന്നു. ഇതേ ടൈമിൽ മറ്റൊരു സ്ഥലത്ത് ഫേസ് ഒന്നും റിവീൽ ചെയ്യാത്തൊരു വ്യക്തി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ പോലത്തെ ഒരു വെപ്പണെല്ലാം റെഡിയാക്കി വയ്ക്കുന്നതും കാണിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.